ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ആ ദിവസം പാൽപ്പായസം ഉണ്ടാക്കി കൃഷ്ണന് നിവേദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ഉണക്കലരി എടുക്കാം. 1 ലിറ്റർ പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉണക്കലരി നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം. അരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കുക്കറിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പാല് നമുക്ക് വലിയൊരു കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വലിയ കുക്കറാകുമ്പോൾ അത് തിളച്ച് പോവില്ല, ഒരുപാട് നല്ല സ്പേസ് കിട്ടും. ചെറിയ കുക്കറാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചെയ്തെടുക്കാൻ. അപ്പോൾ കുക്കറിലേക്ക് പാൽ ഒഴിച്ചുകൊണ്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ആദ്യം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫുൾ ഗ്ലാസ്സായിട്ട് എടുക്കാം പഞ്ചസാര. അപ്പോൾ പാലും പഞ്ചസാരയും നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ വയ്ക്കുക കുറച്ച് നേരം. ഇപ്പോൾ അരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കറിൽ വിസിലിട്ടിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോൾ വിസിൽ വരേണ്ട ആവശ്യമില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വിസിൽ വരില്ല. നമുക്കിത് മേലെ കൂടെ ഇങ്ങനെ അരമണിക്കൂർ ആകുമ്പോഴേക്കും പാലിൻ്റെ ആ ഒരു ഇതൊക്കെ പൊങ്ങി വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടു, നല്ല പിങ്ക് കളർ പാൽപ്പായസം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. താങ്ക് യു.